നമസ്കാരം. കാസ്റ്റിംഗ് കൗച്ച് എന്ന് മലയാളികൾ വളരെ നേരത്തെ മുതൽ കേട്ടു തുടങ്ങിയതാണ്. മലയാള സിനിമയിൽ ശോഭിക്കണമെങ്കിൽ നമ്മുടെ നായികമാർക്ക് അഭിനയശേഷി മാത്രം പോരാ, കിടപ്പറ കൂടി പങ്കിടേണ്ട ഗതികേടിൽ ആണ് അവർ. ഇക്കാര്യം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞ നടിമാർ നിരവധിയുണ്ട്. അവരൊക്കെ പക്ഷേ ഒറ്റപ്പെട്ടുപോയി. മലയാള സിനിമയെ അടക്കി ഭരിക്കുന്ന പവർ ഗ്രൂപ്പ് അവരെ അകറ്റി നിർത്തി. അതിനിടെയായിരുന്നു മലയാള സിനിമയിലെ ഒരു നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. അതിനു പിന്നിലും സിനിമാ മേഖലയിൽ തന്നെയുള്ളവർ എന്ന കണ്ടെത്തലിലേക്കാണ് എത്തിയത്. ഇതേ തുടർന്നായിരുന്നു സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും ചൂഷണവും പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത്. കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഏറെ ഞെട്ടിക്കുന്നതാണ്. വർഷങ്ങളോളം ഇരുട്ടിൽ തപ്പിയ സർക്കാർ ഈ റിപ്പോർട്ട് നിയമ നടപടികൾക്ക് ശേഷം പുറത്തുവിടേണ്ടി വന്നു. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ഇതിനോടകം തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് പുറത്തു വന്ന വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ പേജുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനപ്പുറം കൂടുതൽ പേജുകൾ വെട്ടിമാറ്റപ്പെട്ടു. എന്തിനാണ് സർക്കാർ അങ്ങനെ ആ പേജുകൾ ഒഴിവാക്കിയത്? ആ പവർ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയോ? സിനിമയിൽ സ്ത്രീകളുടെ രക്ഷകരായി അവതരിക്കുന്ന നായകന്മാർ തന്നെയാണോ സിനിമാ മേഖലയിലെ വില്ലന്മാർ? പൊതുസമൂഹത്തിൻ്റെ സംശയങ്ങൾ പലതാണ്. വിശദമായി പരിശോധിക്കാം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റി സർക്കാർ. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിൽ കൂടുതൽ ഭാഗങ്ങൾ ആണ് ഒഴിവാക്കിയത്. 49 മുതൽ 53 വരെയുള്ള പേജുകളാണ് ഒഴിവാക്കിയത്. സർക്കാരിന് പ്രത്യേക റോൾ ഇല്ല എന്നും വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കും എന്നുമായിരുന്നു നിയമമന്ത്രി പി രാജീവിൻ്റെ പ്രതികരണം. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകി. വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വേണം എന്നാണ് കത്തിലെ ആവശ്യം. റിപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ പ്രതികരിക്കാതിരുന്ന അമ്മ ഇന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഇതിനു മുമ്പായി അമ്മ ഭാരവാഹികൾ ഓൺലൈനിൽ യോഗം ചേരുന്നതായാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഒട്ടേറെ വെട്ടിത്തിരുത്തലുകൾ അല്ലെങ്കിൽ വെട്ടിമാറ്റപ്പെട്ടതിന് ശേഷം ഉള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നത് പൊതുസമൂഹത്തിനറിയാം. അത് പക്ഷേ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെങ്കിൽ കമ്മീഷൻ നിർദ്ദേശിക്കാത്ത ഭാഗങ്ങൾ കൂടി വെട്ടിമാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതാരെ സംരക്ഷിക്കാൻ? ഹേമ കമ്മിറ്റിയിൽ പറയുന്ന പവർ ഗ്രൂപ്പിൻ്റെ പവറിന് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ എന്ന സംശയം. അങ്ങനെ നിരവധി സംശയങ്ങൾ നിലനിർത്തുകയല്ലേ ഈ ഭാഗം? ആരെ സംരക്ഷിക്കാനാണ് അങ്ങനെ ഒരു വെട്ടിമാറ്റൽ നടന്നത് എന്ന ചോദ്യത്തിന് അത് സംരക്ഷിച്ചവർ തന്നെയായിരിക്കും ഉത്തരം നൽകേണ്ടി വരിക. സ്വാഭാവികമായി ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും അത് സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണങ്ങൾക്കൊന്നും തയ്യാറാകാതിരുന്ന അമ്മയാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. അതിലേക്ക് അവർ വന്നെത്തുകയായിരുന്നു, നിർബന്ധിതരാകുകയായിരുന്നു, പ്രതിരോധത്തിലാകുകയായിരുന്നു. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ഈ 49 മുതൽ 53 വരെയുള്ള പേജുകളിൽ നിർണായകമായ പല വിവരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെന്നും കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ പ്രമുഖ നടന്മാരുടെ അടക്കം പേരുകൾ ഈ പാരഗ്രാഫുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നുവെന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞ വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മറികടന്ന് 129 പാരഗ്രാഫുകളിൽ അധികം വെട്ടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ കൃത്യമായി ആരെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്.
അതിന് ബോധപൂർവം നടന്ന ഒരു ശ്രമമാണോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പിഴവുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലൊക്കെ സാംസ്കാരിക വകുപ്പ് അടക്കം മറുപടി പറയേണ്ടതുണ്ട്. സ്വാഭാവികമായി ഇനി അങ്ങോട്ട് നിശബ്ദമായി ഈ വിഷയത്തെ മൗനമായി നോക്കിക്കാണാനാവില്ല. മൗനം വെടിയേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. രാവിലെ മാധ്യമങ്ങളുടെ ഈ ചോദ്യത്തോട് പ്രതികരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത്, മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ താനും ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ പ്രസ്താവന നടത്തിയതാണ്. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു. പക്ഷേ മുൻ മന്ത്രിയായിരുന്ന AK ബാലൻ, അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ ഇതിൽ വ്യക്തതയുണ്ടാകുകയുള്ളൂ. അതിൽ കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതി, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടൽ. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിൻ്റെ ഭാഗമായാണ് ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇനി വേണ്ടത് കോടതിയുടെ ഇടപെടൽ. അതിനേക്കാൾ പരമപ്രധാനമായി ഈ ദുരനുഭവം നേരിട്ടു എന്ന് പറയപ്പെടുന്ന 51 നടിമാർ, അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് സ്വയം മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യം. അതിനുള്ള സാധ്യത ഇതിനോടകം ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർക്കൊക്കെ അവരുടെ ജീവനോപാധി കൂടിയാണ് ഈ സിനിമകൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുകയോ നിയമപരമായ പരാതിയുമായി മുമ്പോട്ട് പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി അപ്രഖ്യാപിത വിലക്ക് നേരിടേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള ഉൾഭയം അവരെ വേട്ടയാടുന്നത് കൊണ്ട് തന്നെയാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്താൻ ഒരു വനിതാ താരങ്ങളും തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നതും. ഈ ഒരു ഘട്ടത്തിൽ ഇനി ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന ഇടപെടൽ തന്നെയായിരിക്കും. 10-ാം തീയതി കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരാമർശങ്ങളിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടായിരിക്കും ഇനി സർക്കാർ ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുക. അവിടെ കോടതിയുടെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ കോടതി നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് ഇങ്ങനെയൊരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത് എന്നൊരു സാഹചര്യം അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം പെട്ടെന്നൊരു നടപടിയിലേക്ക് കടന്നാൽ, തിടുക്കപ്പെട്ട ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങിയാൽ, സ്വമേധയാ കേസെടുത്തുകൊണ്ട് അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തലയ്ക്ക് മുകളിൽ വാളായി മാറുന്ന സാഹചര്യം ചില പ്രമുഖരുടെയും മുകളിൽ വരും. അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിവാദങ്ങളെക്കുറിച്ച്, മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച്, കൊടുങ്കാറ്റുകളെക്കുറിച്ച്, കോളിളക്കത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് തിടുക്കപ്പെട്ട് അത്തരമൊരു നിയമ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തയ്യാറാകാത്തത്. തീർച്ചയായും അവിടെ സ്വാഭാവികമായി ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പോലെ ഒരു പരാതി മുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിയമപരമായി എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിയമപരമായ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ കോടതി അടക്കം ഈ സാധ്യതകൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതിൽ നിയമപരമായൊരു യുക്തിയുണ്ട് എന്നെങ്കിലും കരുതാം. പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കടക്കം സർക്കാർ നൽകിയ മറുപടിയുണ്ടല്ലോ, അത് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്വകാര്യതയെ മാനിക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. അതേതൊക്കെ ഭാഗങ്ങൾ എന്ന് വളരെ കൃത്യമായി സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അങ്ങനെ സർക്കാർ നൽകിയ മറുപടിയിലില്ലാത്ത ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ 5 പേജുകൾ എന്നത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് സർക്കാർ ഇങ്ങനെ ഒരു പരാതി ലഭിക്കാത്തതിൻ്റെ പേരിൽ മാത്രമല്ല നിയമ നടപടികളുമായി പോകാത്തത്, മറ്റു പലരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ചാർത്തപ്പെട്ട ഈ വിഗ്രഹങ്ങൾ, അവരുടെ പൊയ്മുഖങ്ങൾ പോലും അഴിഞ്ഞു പോയേക്കാം. അത്തരം ചില പേരുകളടക്കം, കാരണം ഈ റിപ്പോർട്ടിൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ ഡാൻ, അതിൽ ഈ ലൈംഗികാതിക്രമം അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചു വരുന്ന ഏറ്റവും തീവ്രമായ വിവരങ്ങൾ ഉള്ള പേജുകൾ ആണല്ലോ ഇതിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടത്. സ്വാഭാവികമായി അങ്ങനെയൊരു ആശങ്ക സർക്കാരിന് മുമ്പിലുണ്ടായിരിക്കാം. അതുതന്നെയായിരിക്കാം വലിയൊരു സമ്മർദ്ദമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിന്നിട്ടും അതുമായി ബന്ധപ്പെട്ട അങ്ങനെയൊരു നടപടിയിലേക്ക് കോടതിയുടെ ഭാഗത്ത് നിന്ന് കേസെടുക്കാം എന്ന തരത്തിലുള്ള പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടും കൃത്യമായി അങ്ങനെ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കാതിരിക്കുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില പ്രമുഖരുടെയെങ്കിലും പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീണേക്കാം എന്ന ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ്. അത് ചലച്ചിത്ര രംഗത്ത് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നമല്ല, സാംസ്കാരിക രംഗത്ത് തന്നെ അത് വലിയൊരു ചർച്ചകൾക്ക്, വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന നടപടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ടതാനും. പക്ഷേ ഏതെങ്കിലും വിധേനെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആരോപണ വിധേയരുടെ പേരുകൾ പുറത്ത് പരസ്യമായി പറയപ്പെടുന്ന, പുറത്ത് വെളിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർന്നങ്ങോട്ട് ഇപ്പോൾ തുടരുന്ന ഒരു മൗനം,
ഇപ്പോൾ തുടരുന്ന ഒരു സാവകാശം അതൊന്നും അങ്ങനെ ലഭിക്കുകയില്ല. അതിൽ നടപടി എടുത്തേ മതിയാകുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര സമയത്തിനകത്ത് അങ്ങനെയൊരു പേരുകൾ പുറത്തു വരുന്ന ആരോപണ വിധേയരുടെ പേരുകൾ പുറത്തു വരാനുള്ള സമയപരിധി അത് മാത്രം ഇനി നോക്കിയാൽ മതി. കാരണം ആ പേരുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതിലൂടെ ഏത് തരത്തിലായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക, തുടർ നടപടികൾ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ നൽകിയ പരാതി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബേ സാഹിബ് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അതിനുശേഷം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തേണ്ടതായി വരും. ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കോടതിയിലേക്ക് ഈ പരാതിക്കാർ മുമ്പോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കോടതിക്ക് മുമ്പിൽ അത് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ടാകും. അവിടെ കൃത്യമായി ഇപ്പോൾ തുടരുന്ന ഈ മൗനവുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. രഹസ്യമായെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതിനേതെങ്കിലും തരത്തിൽ പ്രത്യേക ഒരു സമിതിയെ രൂപീകരിക്കുമോ, അതിൽ കൃത്യമായി വനിതാ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് വളരെ രഹസ്യമായി ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി ഇനി ഏത് തരത്തിലായിരിക്കണം ചുവടുവയ്പ്പുകൾ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടിയാലോചനകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും എന്തായാലും കോൺക്ലേവ് നടത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട് ഡാൻ. അതിനു മുമ്പ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഡാനി പോളിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഡാനി, ഇതിലിപ്പോൾ ഈ ഇരകളെ കുറിച്ച് എന്താണ് വേട്ടയാടിയവർ പറയാൻ പോകുന്നത്? അതാണ് അക്ഷരാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. അവർ അടച്ചാക്ഷേപിക്കുകയല്ല ഡാനി, പക്ഷേ ഈ വേട്ടയാടിയവരൊക്കെ ഉൾപ്പെടുന്ന സംഘടന തന്നെയാണ് അമ്മ എന്നതിലൊന്നും തർക്കമില്ല. അതിൻ്റെ നേരത്തെയുള്ള ചരിത്രം പരിശോധിച്ചാൽ പലരെയും അമ്മയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യം, പലരുടെയും പൊയ്മുഖങ്ങളാണ് എന്ന് പറഞ്ഞവർക്കുണ്ടായ ദുരനുഭവം, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കൂടി വിലയിരുത്താൻ. എന്തായാലും മൗനം വെടിയേണ്ടി വരുമല്ലോ അമ്മയ്ക്ക്, അല്ലേ? അഭിലാഷ, മൗനം വെടിയേണ്ടി വരുന്നത് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ, അതിൻ്റെ ഒരു സമ്മർദ്ദമെല്ലാം കൊണ്ടാണ്. അല്ല എങ്കിൽ ഈ മൗനം ഇനിയും തുടരുമായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ എത്ര കാലം വേണം എന്നത് മാത്രമായിരുന്നു നിശ്ചയം. അത് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദമേറുന്നു. എന്തുകൊണ്ട് പേരുകൊണ്ട് അമ്മ എന്ന് പറയുന്നൊരു സംഘടന അത് എന്തുകൊണ്ടാണ് ഈ രീതിയിലേക്ക് മാറ്റപ്പെടുന്നത്? എന്തുകൊണ്ട് അവർ പറയാനായിട്ട് കാര്യങ്ങൾ വിസമ്മതിക്കുന്നു? അവർ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഒരു ഭാഗത്ത് സർക്കാരിനു മേലുള്ള സമ്മർദ്ദം അതിശക്തമാകുന്നു. പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്, അതിലൊരു സംശയവുമില്ല. കാരണം പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നു. അപ്പോൾ അതിലൊന്നുകൂടി ഈ രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ അത്തരമൊരു സമ്മർദ്ദം ലഘൂകരിക്കുകയെങ്കിലും ചെയ്യേണ്ടതിന് ഇത് അമ്മയോ അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള മറ്റു സംഘടന, ഏറ്റവും പ്രധാനപ്പെട്ടത് താരസംഘടനയായ അമ്മ തന്നെയാണ്. കാരണം ഇവരുടെ ഈ മൗനം തന്നെയാണ് എല്ലാവരും ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായി ഇവർക്ക് ഉത്തരം നൽകാനുള്ളൊരു ബാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായും ഇതിന് ഉത്തരം പറഞ്ഞ് മതിയാവൂ. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം പറഞ്ഞത്, ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇതൊന്ന് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് ആ ദിവസങ്ങൾ പിന്നീട് ഇങ്ങോട്ട് പല കോണിൽ നിന്നും പരസ്യമായിട്ട് ഈ രീതിയിൽ എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല എന്ന ചോദ്യങ്ങൾ അത് സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. അത് കൃത്യമായി അടിവരയിടേണ്ടതാണ്. കാരണം ഇവരുടെ മൗനം സർക്കാരിന് കൂടി അത് എതിരായി വരുന്നു എന്ന രീതിയിലേക്ക് വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അമ്മയ്ക്ക് വാതുറക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അവർക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയുവാനുള്ളതെന്നാണ്. കാരണം ഇനി ഈ റിപ്പോർട്ട് കയ്യിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് സംബന്ധിയായിരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞു പോവുക. പക്ഷേ അതിനുമപ്പുറം മറ്റൊന്നുകൂടി അഭിലാഷ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. കാരണം ഇത് കോടതിയുടെ കൂടി പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ്. കാരണം ഇത് ഒരു പൊതു താല്പര്യ ഹർജി മൂലം കോടതിയിലേക്ക് വന്നിട്ട് അതിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഘട്ടങ്ങൾ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വന്നത്. കോടതി ആ ഹർജി നിരാകരിച്ചില്ല. പകരം മറ്റു ചില ചോദ്യങ്ങൾ സർക്കാരിനോട് വളരെ സുപ്രധാനമായി ചോദിച്ചു. ഇതിൽ നടപടികൾ എടുക്കേണ്ടതല്ലേ, എന്താണ് ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ ഇതൊരു സാമൂഹ്യപരമായ ഒരു വിഷയം കൂടിയല്ലേ, തൊഴിലിടങ്ങളിലല്ലേ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിരുന്നൊരു ദുരവസ്ഥയല്ലേ ഈ കമ്മിറ്റി റിപ്പോർട്ടിലടക്കമുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ഒപ്പം തന്നെ വളരെ നിർണായകമായി സീൽ ചെയ്ത കവറിൽ ഇതിൻ്റെ ആ റിപ്പോർട്ട് എഡിറ്റ് ചെയ്യാത്ത, പേജ് നീക്കം ചെയ്യാത്ത, മുഴുവൻ പേരുകളുമുള്ള ഈ റിപ്പോർട്ട് പൂർണ്ണമായും
സീൽ ചെയ്ത കവറിൽ കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി അതിൽ അത്തരം കാര്യങ്ങൾ തെളിവുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നതാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. ഈ ആവശ്യത്തിന്മേലാണ് കോടതി ഇടപെടുന്നത്. ഈ മുഴുവൻ പേരുകളും മുഴുവൻ തെളിവുകളുമായാണ് കോടതി രേഖകൾ പരിശോധിക്കുന്നത്. ആ കേസ് ഇനി അടുത്ത മാസം 10-ാം തീയതി പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുന്നിൽ ഇത്തരം തെളിവുകൾ കൂടിയെത്തുകയാണ്. അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുന്നതിൻ്റെ മുഴുവൻ സാധ്യതകളിലേക്കുമാണ് ആ വാതിലുകൾ തുറന്നിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചെറിയ ഒരു രീതിയിലേക്കല്ല ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് മാറുന്നത്. അത് മലയാള സിനിമയെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക്. എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരുടെ മുഖങ്ങൾ വലിച്ചു കീറും, ഏത് പൊയ്മുഖങ്ങൾ അടർന്നു വീഴുമെന്നത് ആ ദിവസങ്ങളിലേക്കാണ് ഈ ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. അഭിലാഷ്, റൈറ്റ്. അവിടെ ഡാനി, ഈ അമ്മയുടെ പ്രതികരണം നമുക്കറിയാം. ഡാനി സൂചിപ്പിക്കുന്നത് പോലെ അമ്മ എന്ന വാക്കിന് ഒരു മഹത്വമുണ്ട്. ഇനിയും നമ്മൾ അമ്മ എന്ന് പ്രയോഗിക്കുന്നത് പോലും ശരിയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. AMMA എന്ന തരത്തിലാണോ ഇനി നമ്മൾ പറയേണ്ടത്? പൊതുസമൂഹം അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് പോലും സംശയിക്കുന്ന ഒന്നാണ്. എന്തായാലും ഈ സംഘടനയ്ക്കകത്തും ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ തന്നെ ഈ വാർത്തയ്ക്ക് ഇടയിൽ ജയൻ ചേർത്തലയെ പോലെയുള്ളവരെ വിളിച്ചപ്പോൾ ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി ഗൗരവത്തോടെ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു, പഠിക്കേണ്ടതായിരുന്നു, പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന തരത്തിൽ ആണ് അദ്ദേഹം സംസാരിച്ചത്. അഭിലാഷ്, ആ രീതിയിൽ തന്നെയായിരുന്നു ചിലരുടെ പ്രതികരണങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ WCCയും ചേർത്ത് നിർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അവരുടെ കൂടി ഒരു എഫർട്ട് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്, ഈ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്, ഇത് വെളിച്ചം കാണുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം പോകുന്നത് അവരുടെ കൂടി ശ്രമഫലമാണെന്ന് അദ്ദേഹം ശ്ലാഘിക്കുകയുണ്ടായി. അത് മാറി വരുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്കകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഒരു തർക്കവും അത്തരം കാര്യങ്ങളില്ല. കാരണം ഈ രീതിയിലല്ല ഇത് എല്ലാവരും അതൊരു ജനാധിപത്യ സംഘടനയുടെ വിളനിലമെന്നെല്ലാം തന്നെ അമ്മയുടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആരൊക്കെ ആകണം ഭാരവാഹി സ്ഥാനങ്ങളിൽ എന്നത് അവർ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമേ, നിശ്ചയിക്കപ്പെട്ട ആളുകളെ കടന്നു വരുന്നുള്ളൂ. അതിലിപ്പോഴാണ് കൂടുതലേക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഷയിലേക്കെല്ലാം ഈ അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് മാറിയത്. പലപ്പോഴും അത് ഒരു ചെറിയൊരു ആൾക്കൂട്ടം നിയന്ത്രിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. അത് നമ്മൾ ഈ പറയുന്നത് പോലെ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക്, അവരുടെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് മലയാള സിനിമാ രംഗത്തെ മുഴുവൻ സംഘടനകൾ, അത് നിർമ്മാതാക്കളായാലും സംവിധായകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും നടീനടന്മാരുടേതായാലും അത്തരം എല്ലാവരെയും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അത്തരം ഈ പവർ ഗ്രൂപ്പിന് വലിയ രീതിയിലേക്ക് മേൽക്കൈ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഈ അപ്രമാദിത്വം തന്നെയാണ് തച്ചുടയ്ക്കാൻ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത്തരം ഒരു പവർ ഗ്രൂപ്പിൻ്റെ ഒരു അവസാന വാചകം എഴുതിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അമ്മയുടെ പ്രതികരണം ഇത്തരം കാര്യങ്ങളിൽ നിർണായകമാണ്. വൈകാതെ തന്നെ അമ്മയുടെ ഒരു പ്രതികരണത്തിലേക്ക് തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ അവർ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് എന്നത് മറ്റൊരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന റിപ്പോർട്ടിൽ ആരുടെയും പേരോ പരാമർശങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവ്യക്തതയോ മറ്റു എന്തെങ്കിലും പറഞ്ഞ് നിൽക്കുവാനുള്ള ഇപ്പോൾ ഒരു മറുപടിക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ഒരു മറുപടി പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി മാത്രമായി വാർത്താ സമ്മേളനം വിളിക്കുകയാണോ എന്നതും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദം, ആ പവർ കട്ട് ആണോ നടന്നത് ഈ റിപ്പോർട്ടിൽ എന്നത് തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. വീണ്ടും ഡാൻ ഇവിടെ പ്രതിപക്ഷം എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ്, പ്രതിപക്ഷം പറയുന്നത് ഇത് കോൺക്ലേവ് കൊണ്ട് ഒതുക്കി തീർക്കാനാണ് എങ്കിൽ അത് അംഗീകരിക്കില്ല എന്നാണ്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. യുവജന സംഘടനകൾ, വനിതാ സംഘടനകളൊക്കെ രംഗത്ത് വരുന്നു. മാത്രവുമല്ല, ഇതിനിപ്പോൾ സർക്കാർ പറയുന്ന യുക്തി എന്നത് ആരും പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ സിനിമാ മേഖലയിൽ ഉള്ള മറ്റു ചിലർ അടക്കം, ഇപ്പോൾ ആഷിഖ് അബുവിനെ പോലെയുള്ള ആളുകൾ അടക്കം ചോദിച്ചത്, സർക്കാരാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്, ആ കമ്മിറ്റിയോട് പരാതി പറയുന്നുവെങ്കിൽ അത് സർക്കാരിനോട് പരാതി പറയുന്നതിന് തുല്യമല്ലേ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നടക്കം. അപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെ നോക്കിക്കാണുന്നുണ്ട്. സർക്കാർ ഏതെങ്കിലും തരത്തിൽ കണ്ണടയ്ക്കാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ചേർത്തിരുത്തി ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതുകൊണ്ട് ഇന്നലകളിൽ ചെയ്ത തെറ്റ് അത് തെറ്റായി തന്നെ പൊയ്ക്കൊള്ളട്ടെ, അവരൊന്നും ശിക്ഷിക്കപ്പെടേണ്ടതില്ല
ഇനി അത് ചെയ്യാതിരുന്നാൽ മതി എന്ന ഒരു സൊല്യൂഷനിലേക്ക് പോകാൻ സർക്കാർ ശ്രമിച്ചാൽ അത് അംഗീകരിക്കപ്പെടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായി രണ്ട് സാധ്യതകൾ തെളിയപ്പെടുകയാണ്. അതിലൊന്ന് ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ നിലവിൽ ലഭ്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം ഉണ്ടായിട്ടുള്ള കാലങ്ങളായി നിലനിന്നിരുന്ന ഈ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ആളുകൾ അങ്ങനെ ദുരനുഭവങ്ങൾ ഉണ്ടാകാനിടയായ സാഹചര്യങ്ങൾ ഇനി അങ്ങോട്ട് ഇല്ലാതാക്കി സുതാര്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക സ്വാഭാവികമായി ഏറ്റവും പ്രായോഗികമായി അനിവാര്യമായി ചെയ്തെടുക്കേണ്ട കാര്യം തന്നെയാണത്. അതിലൊരു തർക്കവുമില്ല. അതെന്തായാലും ചെയ്യുക തന്നെ വേണം. പക്ഷേ അടിയന്തരമായി പ്രഥമ പരിഗണന അർഹിക്കുന്ന കാര്യം ഇതിനോടകം ആ ദുരനുഭവം നേരിട്ട ആളുകൾക്ക് അതിന് കാരണക്കാരായവർക്കെതിരെ എന്ത് തരത്തിലായിരിക്കും നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്ന കൃത്യമായ നിയമം അനുസരിച്ച് നടപടിയെടുക്കാൻ തയ്യാറാകുക എന്ന ചോദ്യമാണ്. അവിടെയാണ് സ്വമേധയാ കേസെടുക്കാനുള്ള തുടർ നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നത്. കാലതാമസം നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അതുണ്ടാക്കാനിടയുള്ള ചലനങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം. അവിടെയായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന ഇടപെടൽ നിർണായകമാകുക. ഒരു കാര്യം ഉറപ്പാണ്, പരാതിക്കാർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനായി കാത്തിരിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ പൊടി പിടിച്ചിരിക്കുക മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അവരും കൃത്യമായി തന്നെ ഒരു വിലക്ക് നേരിടുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് പ്രത്യക്ഷത്തിലായിരിക്കത്തില്ല, അനൗദ്യോഗികമായി അവരും ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും, അവരും വേട്ടയാടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദുരനുഭവം നേരിട്ട ആളുകൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയോ അതേ പ്രതിസന്ധികളായിരിക്കും അവരെയൊക്കെ കാത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര ഗൗരവതരമായ വിഷയമായിട്ടും അതിൽ ഉൾഭയം മൂലം പരാതി നൽകാൻ അവരാരും തയ്യാറാകാതിരുന്നത്. എന്നിട്ടും ഹേമ കമ്മീഷന് മുമ്പിൽ എങ്ങനെ അവർ കൃത്യമായി വെളിപ്പെടുത്തൽ നടത്തി എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഉത്തരം ഒരു തരത്തിലും അവരുടെ പേര് വിവരങ്ങൾ പുറത്തു പോവുകയില്ല എന്നും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് റിപ്പോർട്ട് കൃത്യമായി ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്നത് ജസ്റ്റിസ് ഹേമ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുവരുത്തിയതും ഒരു സ്റ്റെനോഗ്രാഫർ വഴി പോലും ഈ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ്. അത്രയ്ക്കും അതീവ രഹസ്യ സ്വഭാവത്തോടെ നൽകിയ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ 49 മുതൽ 53 വരെയുള്ള പേജുകളിൽ കൃത്യമായി കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി പ്രമുഖ നടിമാർക്കടക്കം നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട തെളിവുകളെക്കുറിച്ചടക്കം വ്യക്തമായി പരാമർശിച്ചിരുന്നു. ആ വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യമുണ്ടായാൽ കൃത്യമായി അത് സിനിമാ മേഖലയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. അതിനെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. ഈ പവർ ലോബി എന്ന് വിളിക്കുന്ന കൃത്യമായ 15-അംഗ സംഘത്തിനും അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരരുത്, ആ വിവരങ്ങൾ പുറത്തു വരരുത് എന്നത് ഏറ്റവും കൂടുതൽ അനിവാര്യതയായി മാറിയത് ആ പവർ ലോബിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പവർ ലോബിയുടെ സമ്മർദ്ദം അത് സർക്കാരിന് മുമ്പിലും വലിയൊരു വെല്ലുവിളിയായി മാറുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ഈ ഏതെങ്കിലും ഒരു താരത്തെ ഇതിൻ്റെ പേരിൽ വേട്ടയാടുക എന്നതിനപ്പുറത്തേക്ക് ഈ പവർ ലോബിക്ക് മലയാള സിനിമാ രംഗത്ത് ചലച്ചിത്ര രംഗത്തുള്ള നിർണായകമായ സ്വാധീനം അതിനെ മരവിപ്പിക്കുക എന്നൊരു കൃത്യമായ ലക്ഷ്യം കൂടി ഈ 51 നടിമാർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ തങ്ങളുടെ കൈവശം ഈ ബോംബുണ്ട് എന്നൊരു ഭീഷണി അതങ്ങനെ തന്നെ കാലങ്ങളായി ഇപ്പോൾ കുറച്ചധികം നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ നിർജ്ജീവമാക്കാൻ ഈ പവർ ലോബിയെ ഫ്രീസ് ചെയ്യാൻ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ കൊണ്ട് കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി അവർക്കുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. തീർച്ചയായും പരാതി ലഭിക്കാതെ നിയമ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിക്കുന്ന അതേ സർക്കാർ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ആവശ്യപ്പെടാത്ത ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടുള്ളത്. അതാരെ സംരക്ഷിക്കാൻ, എന്തിന് എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നൽകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇതേ വാർത്തയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത്. 49 മുതൽ 53 വരെയുള്ള പേജുകൾ എന്തിനു വെട്ടിമാറ്റി എന്ന ചോദ്യം ആണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും പൊതുസമൂഹം വലിയ തോതിൽ ഇത് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ അമ്മയുടെ ഭാരവാഹികൾ അടിയന്തരമായി യോഗം ചേരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് അമ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തുവാനുള്ള സാധ്യത കൂടിയാണ് കാണുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, താരങ്ങളെ ആരാധനയോടെ ആദരവോടെയൊക്കെ നോക്കിക്കാണുന്നവർ ആണ് മലയാളികൾ. പക്ഷേ അതൊന്നും അനീതിക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിന്, അവരെ ചൂഷണം ചെയ്യുന്നതിനുള്ള അനുമതി പത്രമല്ല.
എത്ര വലിയ താരമാണ് എങ്കിലും നീതികേട് കാണിച്ചാൽ അത് മുഖത്തു നോക്കി ചോദിക്കുന്ന സമൂഹം കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇനിയും മൗനം തുടരുക എന്നത് ഈ താരസംഘടനയ്ക്ക് യോജിക്കുന്ന ഒന്നല്ലല്ലോ. ഏത് തരത്തിലാണ് യോഗം നടക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നതൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഇന്ന് ഈ ദിവസത്തിന്, അതായത് ഇന്ന് ഒരു പ്രാഥമികമായ ഓൺലൈനിൽ കിട്ടാവുന്ന ഭാരവാഹിത്വത്തിലുള്ളവർ തമ്മിൽ ചേർന്ന് ഒരു കോൾ കോൺഫറൻസിലൂടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഈ റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങൾ ചർച്ച നടത്തിയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുമാത്രവുമല്ല, ഈ ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് താരസംഘടന, പ്രത്യേകിച്ച് ഈ സിനിമാ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്നതും താരസംഘടനയാണ്, അമ്മയാണ്. അപ്പോൾ ഇവരുടെ ഒരു മൗനം ദുരൂഹമാണ്, വളരെ നിഗൂഢത നിറഞ്ഞതാണ് എന്ന രീതിയിലേക്ക് പൊതുവിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നു. നാൾക്ക് നാൾ അവർക്കെതിരെ ശബ്ദമുയരുന്നു. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെ ഈ പ്രാഥമികമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒപ്പം തന്നെയും എന്താണ് ഇതിലെടുക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ച് എന്നത് കാര്യത്തിൽ അമ്മയുടെ നിലവിലുള്ള ആളുകളുമായി, നിലവിലെ ഈ ഭരണസമിതി അംഗങ്ങളുമായി അവർ ഓൺലൈനായിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും അതിനൊരു ഏകോപിപ്പിച്ച ഒരു രൂപമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മുഴുവൻ അംഗങ്ങളും സ്ഥലത്തില്ല, കാരണം അവർ പല കാര്യങ്ങളിലായിട്ട് പലയിടങ്ങളിലാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അവർ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് അമ്മ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ലഭ്യമായ ഭാരവാഹിത്വങ്ങളിൽപ്പെട്ടവർ പരമാവധി പേരോട് ഇവിടേക്ക് എത്തുവാനായിട്ടടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതനുസരിച്ചാണ് ജയൻ ചേർത്തലടക്കം ഇവിടേക്ക് എത്തിയിട്ടുള്ളതും മറ്റു പലരും ഇവിടെയുള്ളത്. അപ്പോൾ ഇവരും നിലവിലുള്ള എല്ലാവരുമായി, ഭരണസമിതി അംഗങ്ങളുമായി എല്ലാം തന്നെ ഒരു ആശയവിനിമയം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം, സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിദ്ദിഖായിരിക്കും ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തും സിദ്ദിഖ് തന്നെയായിരുന്നു വന്ന് പറയുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷം പറയാമെന്ന് പറയുന്നത്. ഏതായാലും ആ പഠനം പൂർത്തിയായിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു പ്രതികരണം, ഇത് കാര്യങ്ങളിൽ ഏത് രീതിയിലേക്കാണ് പോകുന്നത്, നിലവിൽ ഉയരുന്ന വിമർശനങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന വിമർശനങ്ങൾ, ഇതെല്ലാം തന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് തന്നെയാണ് പ്രാഥമികമായ ഒരു ചർച്ചയടക്കം പൂർത്തീകരിച്ചിട്ടുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വൈകാതെ തന്നെ അമ്മ ഭാരവാഹികൾ കടക്കുകയാണ്. അത് വളരെ നിർണായകമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതര പരാമർശമുള്ളതെല്ലാം തന്നെയും തന്നെ അമ്മ അംഗങ്ങൾക്ക് എതിരെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്താണ്, അത് ഒരുപക്ഷെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം തങ്ങളുടെ പക്കലില്ല. ആരൊക്കെ എന്തൊക്കെ ആർക്കൊക്കെതിരെയാണ് ആക്ഷേപങ്ങൾ, ആരാണ് ഉന്നയിച്ചത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്കും അറിവില്ല എന്ന രീതിയിൽ തന്നെ നേരത്തെയും തന്നെയും പറച്ചിലുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ആ റിപ്പോർട്ട് പഠിക്കട്ടെ എന്ന അർത്ഥത്തിലായിരുന്നു പോയിരുന്നത്. സ്വാഭാവികമായും അതിനോട് ചേർന്നുള്ള ഒരു പ്രതികരണത്തിന് ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിൽ ഏതെങ്കിലും നടപടികൾ ആർക്കെങ്കിലുമെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കെതിരെ തങ്ങളും നടപടിയെടുക്കുമെന്ന രീതിയിൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നത്. സർക്കാരിന് എടുക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെയും സ്വാഭാവിക സാധ്യതകളാണ് അതെല്ലാം തന്നെ. ആ രീതിയിലുള്ള ഒരു പോക്കായിരിക്കാം അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിലുള്ള കൊച്ചിയിലുള്ള അമ്മ ഭാരവാഹികൾ ഇതോടൊപ്പം സിദ്ദിഖിനൊപ്പം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ വലിയ വായിൽ പ്രതികരിച്ചിരുന്ന പല താരങ്ങളും ഇപ്പോൾ നിശബ്ദരാണ്. പലരും മാളത്തിൽ ഒളിച്ച സാഹചര്യവുമാണുള്ളത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും താരസംഘടന മൗനം തുടരുന്നു? ആ മൗനം എപ്പോൾ വെടിയും? ഇന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ എന്തായിരിക്കും താരസംഘടനയ്ക്ക് പറയാനുള്ളത്? അത് നമുക്ക് കാത്തിരിക്കാം. കോടതി പരിഗണിക്കുന്ന വിഷയത്തിൽ ഒന്നും പറയുന്നില്ല എന്നതായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ ഇത് സംബന്ധിച്ച പ്രതികരണം. വിശദീകരിച്ചതിനപ്പുറം ഞാനെല്ലാം കൃത്യമായി മുഖ്യമന്ത്രി ഞാനും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഈ വിഷയം വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നാണ് AK ബാലൻ പ്രതികരിച്ചത്. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തത വരുമെന്നും ബാലൻ പറഞ്ഞു. കോച്ച് ഒരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ കോച്ചും എഞ്ചിന് യോജിപ്പിച്ചാൽ റെയിലിൻ്റെ മുകളിൽ ഇത് ചരിക്കും. അപ്പോൾ അതിന് 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരുടെ
പിന്നെ സമീപനം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം, ഇത് മൂന്നും യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത്. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെന്റിന് സാധിക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായി എന്തൊക്കെ ചെയ്യണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കും എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. കോടതി നിർദ്ദേശിച്ച പ്രകാരം തുടർ നടപടി ഉണ്ടാകുമെന്നും സതീദേവി പറഞ്ഞു. ഹൈക്കോടതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറത്ത് വിടാതിരുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സമ്പൂർണമായിട്ടുള്ള റിപ്പോർട്ട് സീൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്നാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നിയമപരമായിട്ട് കൈക്കൊള്ളാനുള്ള സാധ്യത എന്ന് ഹൈക്കോടതി തന്നെ പരിശോധിക്കും. ഈ കോടതിക്കാണ് അതിന്റെ അധികാരമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിജീവിതകളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അവർ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്വീകരിക്കേണ്ടുന്ന നിയമപരമായിട്ടുള്ള നടപടികളെക്കുറിച്ചും കോടതി തന്നെ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയുടെ പ്രതികരണത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എന്നായിരുന്നു ദീദി ദാമോദരൻ പറഞ്ഞത്. റിപ്പോർട്ടിന്റെ പേജുകൾ നീക്കിയോ എന്ന് അറിയില്ല. കടും വെട്ട് നടന്നിട്ടുണ്ട് എങ്കിൽ ദൗർഭാഗ്യകരമാണ്. കോൺക്ലേവിൽ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല എന്നും ദീദി ദാമോദരൻ പറഞ്ഞു. അവര് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ അതിനെന്തെങ്കിലും നടപടിയെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മളോട് തന്നെ, അതായത് WCC ഇത്രയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ വായിക്കുന്നുണ്ട്. അതിൽ മൊഴി കൊടുത്ത സ്ത്രീകളൊക്കെ ശരിക്കും അവർ ജീവൻ തന്നെ ഇത് വെച്ചിട്ട് പറഞ്ഞ മൊഴികളാണ്. അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അപ്രോച്ച് ചെയ്യാത്തത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഇപ്പോഴും മിണ്ടേണ്ടതില്ല എന്നുള്ളത്, ദാറ്റ് ഇറ്റ്സ് ഓക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഓക്കെ അല്ല, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഓക്കെ. അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇതേപോലെ പോവുകയോ ചോദിക്കുകയോ ചെയ്യാത്തത് വളരെ കഷ്ടമാണ്, ഖേദകരമാണ്. ഈ വലിയ ആൾക്കാർ എല്ലാത്തിനെ പറ്റിയും പറയാറുണ്ടല്ലോ, ഉദ്ഘാടനങ്ങൾക്ക് വരാറുണ്ടല്ലോ. ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കേണ്ടെന്നാണോ? സിനിമയിലെ ആരും, പ്രബല സ്ഥാനത്തിരിക്കുന്ന ആരും കമന്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണിക്കുന്ന ശുഷ്കാന്തി അവരെ നേരെ കാണിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അവിടെ മൊഴി കൊടുത്തത് WCC മാത്രമൊന്നുമല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിന് തന്നെയാണ്. അതിന്റെ കൂടെ WCCക്ക് ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളും പോകുന്നേ ഉള്ളൂ. എപ്പോഴും ഈ ബോൾ നമ്മളെ കോർട്ടിൽ വന്നിട്ട് WCC എന്ത് ചെയ്യുന്നു, ഒരു വിധത്തിൽ അതൊരു കോംപ്ലിമെന്റ് ആണ്. കാരണം നമ്മളത് കൂടുതൽ ഉത്തരവാദിത്തപ്പെടുത്തുകയും ആ പേര് നിങ്ങൾക്ക് പ്രതീക്ഷ ചുറ്റുമുള്ളവർക്ക് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ആശ്വാസമാണെങ്കിലും അത് ഭയങ്കര ഓവർ ബർഡനിങ് ആണ്. നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഇതും WCCനെ എന്ത് ചെയ്യും, നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുമോ? നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളല്ലേ അതിൽ? ഇത്ര വലിയ പണം ചെലവാക്കിയിട്ടല്ലേ, നിങ്ങളുടെയൊക്കെ ടാക്സ് മണി കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുണ്ടല്ലോ. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു പൊട്ടൻഷ്യൽ സിനിമ മേക്കർ ആണല്ലോ, ഫിൽം മേക്കേഴ്സ് അല്ലേ എല്ലാവരും. ഒരുവിധപ്പെട്ട ക്യാമറ കയ്യിൽ പിടിക്കുന്നവരോ എഴുതാൻ കഴിവുള്ളവരോ ഉള്ളിൽ സിനിമ ക്യാരി ചെയ്യുന്നവർ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഉത്തരവാദിത്വം. അതെന്തിനാണ് എപ്പോഴും WCC തന്നെ എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത്? അഭ്രപാളികളിലെ നായകന്മാർ മാത്രമല്ല ഇത്തരത്തിൽ വില്ലന്മാരായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരങ്ങളും വില്ലന്മാരുടെ പട്ടികയിലാണ്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. പോക്സോ കേസിൽ യൂട്യൂബർ VJ മച്ചാൻ അറസ്റ്റിൽ. 16 വയസ്സുകാരിയുടെ പരാതിയിലാണ് ഗോവിന്ദ് VJ എന്ന VJ മച്ചാനെ അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം ലൈംഗിക ദുരുപയോഗത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകിയത്. ഇയാളുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. യൂട്യൂബിൽ 129K ഫോളോവേഴ്സ് ആണ് VJ മച്ചാന് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, സിനിമാ മേഖലയിലെ പുഴുക്കുത്തുക്കളെ സംബന്ധിച്ച റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുസമൂഹം
വ്യാപകമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ഇത്തരത്തിൽ വില്ലന്മാരായി മാറുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സംഭവം? അഭിലാഷ്, ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെയാണ് ഈ യൂട്യൂബർ വിജയ് മഥാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ വീട്ടിലെത്തിയ ശേഷം, ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിയ ശേഷമാണ് അറസ്റ്റ്. 16 വയസ്സുകാരുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഇന്ന് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടി നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പോലീസ് ഗോവിന്ദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ മാങ്ങ സ്വദേശിയാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 129K-യോളം ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് വ്ലോഗിന് ഉടമയാണ് വിജയ് മച്ചാൻ എന്ന് പറയുന്ന ഗോവിന്ദ്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പോലെ തന്നെ എല്ലാ മേഖലയിലും കുട്ടികൾക്ക് കൃത്യമായ നടപടികൾ വേണമെന്നുള്ള തരത്തിലേക്ക് ഇത്തരം ഒരു കേസ് വന്നപ്പോൾ തന്നെ അടിയന്തരമായി പോലീസ് അതിൽ ഇടപെടുകയും മറ്റ് കേസുകളിലേക്ക് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിനോടൊക്കെ അമ്മ പ്രതികരിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ മേഖലയിൽ ഇത്തരമുള്ള എല്ലാ മേഖലയിലുമുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ അടിയന്തര നടപടി എടുക്കുമോ എന്ന് നമ്മൾ കാണുമ്പോഴും, പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളിൽ അടിയന്തര നടപടി എടുക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോഴും ചില മേഖലയെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ ഈ സിനിമയിൽ നിരവധി ആരാധകർ ഓരോ താരങ്ങൾക്കും ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ യൂട്യൂബർമാർക്കുമൊക്കെ വലിയ ആരാധകർ ആണുള്ളത്. അതിൽ പലരും കൊച്ചുകുട്ടികൾ ഒക്കെയാണ്. നമ്മൾ ഇതിനു മുമ്പുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അശ്ലീലം മാത്രം സംസാരിക്കുന്ന ചില യൂട്യൂബർമാർ, അവർക്ക് പോലും ആരാധകർ കുട്ടികളാണ്. ചില ഉദ്ഘാടന ചടങ്ങിനൊക്കെ എത്തിയപ്പോൾ കുട്ടിക്കൂട്ടം എത്തിയത് മലപ്പുറത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇവിടെയും ഉണ്ടാകുന്ന ഒന്ന് ഈ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയൊക്കെ താരം ആണ്. അവരൊക്കെ വലിയ ആരാധനയോടെയാണ് ഈ യൂട്യൂബർമാരെയൊക്കെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടി ഇയാളുമായി ഈ തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നോ പുലർത്തിയിരുന്നത്? അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നോ? അതിനപ്പുറത്ത് ഈ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയായിരുന്നു? അങ്ങനെ പരാതിയിൽ വ്യക്തതയുണ്ടോ? സോഷ്യൽ മീഡിയ വഴി അഭിലാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു യൂട്യൂബറോടുള്ള ആരാധന മൂലം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതാണ്. തുടർന്ന് ചാറ്റുകളിലൂടെ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് നടത്തിയ പേഴ്സണൽ ചാറ്റുകളിലും പേഴ്സണൽ സംഭാഷണങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികതയോടെ സംസാരിക്കാനും അത് ലൈംഗികതയിലേക്ക് മാറുന്ന തരത്തിലേക്കും തുടങ്ങിയത്. അത് സ്ത്രീകളോടുള്ള ഒരുതരം മുതലെടുപ്പ് പോലെയാണ് ഈ പറയുന്ന അല്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ബ്ലോഗർമാരായിക്കോട്ടെ, സിനിമാ താരങ്ങളായിക്കോട്ടെ, ആരായാലും ഇത് പെൺകുട്ടികളെ മുതലെടുക്കാനുള്ള ഒരു ഇടമാണ്. തങ്ങളുടെ സെലിബ്രിറ്റികളെ തങ്ങളുടെ സ്റ്റാർഡമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം യുവതയുടെ പ്രതീകമാണ് ഈ പറയുന്നത് പോലെയുള്ള വിജയ് മച്ചാനെ പോലെയുള്ള ആളുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് 16 വയസ്സായ പെൺകുട്ടിയോട് ഇത്തരത്തിൽ മോശമായി പ്രതികരിക്കാനും അതിനെ ആ കുട്ടിയോടുള്ള ഒരു പരിചയം അതിനെ ലൈംഗികതയിലേക്ക് വലിച്ചെടുക്കാനും അതിനെ ദുരുപയോഗം ചെയ്യാനുമുള്ള നീക്കത്തിലേക്ക് ഇയാൾ കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരം പ്രവണതകൾക്കെതിരെ അന്വേഷിച്ചേ മതിയാകൂ എന്നുള്ള സൂചനകൾ ആണ് സമൂഹത്തിൽ എവിടെയുമുള്ള സംശയങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും വിജയ് മച്ചാനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കുന്നത് പോക്സോ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ ഒരു പെൺകുട്ടി മാത്രമേ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അതോ അല്ലാതെ ഇയാൾ ഇത്തരത്തിൽ ആരാധന മൂലം ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പെൺകുട്ടികൾക്കുമൊക്കെയായി ഇത്തരത്തിൽ ബന്ധം തുടരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുമെന്നാണ്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം. പലരും മാനഹാനി ഭയന്നുകൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് എത്താനും മടി കാണിച്ചേക്കാം. പക്ഷേ രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ കരുതിയിരിക്കുക. യൂട്യൂബിൽ കാണുന്ന വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അതൊക്കെ തന്നെയാണ് അവർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ആ മേഖലയിലും പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇടവേള. 7 വയസ്സുകാരൻ്റെ തുടയിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കൂട്ട നടപടി ഉണ്ടാകും. ആശുപത്രിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആലപ്പുഴ DMO ജമുന വർഗീസ് റിപ്പോർട്ട് നൽകി. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ ഒഴികെ മുഴുവൻ ജീവനക്കാരും നടപടി നേരിടേണ്ടി വരും.
വീഴ്ച വരുത്തിയ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റാൻ ആണ് DMO ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. കുട്ടിയുടെ തുടയിൽ സൂചി തുളച്ചു കയറിയ വാർത്ത ന്യൂസ് 18 ആണ് പുറത്തു കൊണ്ടുവന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, നിരുത്തരവാദിത്തപരമായ ഇടപെടൽ തന്നെയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ഭാവി ഇപ്പോഴും എന്ത് എന്നറിയാൻ നമുക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം. പക്ഷേ അത്രമേൽ അനാസ്ഥയാണ് ആ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിന് തക്കതായ ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ന്യൂസ് 18 ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിച്ചത്. കാരണം 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെയുമായി പനി ബാധിച്ച് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടിയ ഒരു കുടുംബത്തിനാണ് ഇത്തരം ഒരു അനാസ്ഥയുടെ, ജീവനക്കാരുടെ അനാസ്ഥയുടെ ഭാഗമായി ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ തള്ളിവിട്ടത്. ആ കുട്ടിയൊക്കെ 14 വർഷം HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് ഈ കാഷ്വാലിറ്റിയിൽ നിന്നും ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി ജീവനക്കാർ വലിച്ചെറിഞ്ഞ സൂചി തുളച്ചു കയറിയതിനെ തുടർന്ന് ആ കുട്ടിക്ക് ഉണ്ടായ അരക്ഷിതാവസ്ഥയുടെ സാഹചര്യം അതായിരുന്നു. ഇത് ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ഇത് സംബന്ധിച്ച് ആലപ്പുഴ DMOയുടെ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. എന്തായാലും ആരോഗ്യവകുപ്പ് കർശന നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത. അതായത് ആരോഗ്യവകുപ്പ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ജൂലൈ 19 ഈ സംഭവം നടക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന, അതായത് ആ ദിവസത്തെ ഷിഫ്റ്റിൽ കയറിയ മുഴുവൻ ജീവനക്കാരെയും സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ആലപ്പുഴ DMO കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 2 നഴ്സിംഗ് ഹെഡ് നഴ്സുമാർ, അതായത് ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും ഒപ്പം തന്നെ കാഷ്വാലിറ്റിയുടെയും ചുമതലയുള്ള 2 ഹെഡ് നഴ്സുമാർ, ഇവർക്കെതിരെയും ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DHSന്, അവർ DHSന്റെ അണ്ടറിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ DHSനും DMO റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസം ഈ ഒരു സംഭവത്തിനകത്ത് ആരോഗ്യവകുപ്പ് തുടർന്നിരുന്ന, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ജൂലൈ 19 ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും രോഗവിവരങ്ങളും ഒപ്പം തന്നെ എത്തിയ ആളുകൾ എന്ത് ചികിത്സയാണ് സ്വീകരിച്ചതടക്കമുള്ള വിവരങ്ങളും ഒക്കെ ചേർന്ന വിശദമായ റിപ്പോർട്ട് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ തയ്യാറാക്കിയിരുന്നു. മാത്രമല്ല 12ഓളം ജീവനക്കാർക്ക് മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഡോക്ടർമാരൊഴികെ കാഷ്വാലിറ്റിയിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാർക്കുമാണ് ഇപ്പോൾ നടപടിക്ക് വിധേയരാകേണ്ടി വരുന്നത്. മാത്രമല്ല സംഭവത്തിൽ ഉണ്ടായത്, ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്നുള്ള കണ്ടെത്തലാണ് DMOയുടെ റിപ്പോർട്ടിലുള്ളത്. ആലപ്പുഴ DMO ജമുന വർഗീസാണ് ഇത്തരത്തിൽ കർശന നടപടി എടുത്തുകൊണ്ട് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. DHSനും ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനും DMO റിപ്പോർട്ട് കൈമാറുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും ഈ സംഭവം പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആണ്. അതിനുശേഷം പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ആശ്വാസകരമായ കാര്യം, ഡോക്ടർമാരുടെ ഒരു എക്സ്പെർട്ട് ടീം ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് കുഞ്ഞിനെ ഈ 14 വർഷത്തേക്ക് ഈ ടെസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള വിശദീകരണവും ആ സൂചി പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ സൂചിക്ക് തുളച്ചു കയറിയതുമായി ബന്ധപ്പെട്ട്, അതായത് ആ സൂചിയിൽ നിന്ന് കണ്ടെത്തിയ ബ്ലഡ് സ്റ്റെയിൻസ് അത് ഉണങ്ങിയതായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് DMO വിശദീകരിച്ച് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് വേറെ പ്രശ്നം, അതായത് 3 മാസം ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ കുഞ്ഞ് നെഗറ്റീവാണ് എങ്കിൽ പോലും പിന്നീട് രോഗസാധ്യതയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു 1% ഉണ്ടെങ്കിൽ പോലും അഭിലാഷ്, അതൊരു രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ മാനസികാവസ്ഥയാണ്. അത്തരത്തിലൊരു റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ് തുടർ ടെസ്റ്റുകളിലേക്ക് പോകാൻ പറഞ്ഞത്. എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഒരു എക്സ്പെർട്ട് ടീം ആലോചിച്ച ശേഷം അവർ അറിയിച്ചിരിക്കുന്നത് 6 മാസം കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്താൽ മതി, 14 വർഷത്തേക്ക് ടെസ്റ്റുകളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ കുട്ടി നെഗറ്റീവാണ് എങ്കിൽ പോലും 2 ടെസ്റ്റുകൾ കൂടി, അതായത് അടുത്ത 3ാമത്തെ മാസം വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം 6ാമത്തെ മാസത്തിലേക്ക് വരുമ്പോൾ ഒരു ടെസ്റ്റ് കൂടി, ഈ 2 ടെസ്റ്റുകൾ കൂടി നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആ കുഞ്ഞ് സുരക്ഷിതനാകുമെന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കൂടി DMO നമ്മളോട് എന്തായാലും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും 14 വർഷത്തേക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ആ രക്ഷകർത്താക്കളോട് പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം അവർ അനുഭവിച്ച മാനസിക വ്യഥ ചെറുതല്ല, വലിയ
വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. മാത്രമല്ല പനിക്ക് ചികിത്സ തേടിയ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവസാനം പുലർച്ചെ തന്നെ, അതായത് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 19-ന് അന്ന് രാത്രി, പിന്നീട് 20-ന് പുലർച്ചെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച കുട്ടിയുമായി ടെസ്റ്റിനായി സ്വകാര്യ ലാബുകളിലേക്ക് അടക്കം പോകേണ്ട ഗതികേടിലൂടെയായിരുന്നു ആ കുടുംബം കടന്നുപോയത്. അവരുടെ വ്യഥ, അവരുടെ വിഷമം മുഴുവൻ നമ്മൾ ന്യൂസ് 18-ലൂടെ പുറത്തു കൊണ്ടുവരികയും ചെയ്തതാണ്. എന്തായാലും അധികാരികൾ കണ്ണു തുറന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കാൻ. തീർച്ചയായും നമ്മൾ നടത്തിയ വാർത്താ ജാഗ്രത തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ കേരളത്തിന്റെ അഭിമാനമാണ്. ആ ഒരു സുരക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ആശുപത്രികളിലേക്ക് പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു പിഴവ്, ഒരു സൂചി 7 വയസ്സുകാരൻ്റെ തുടയിൽ തുളച്ചു കയറുമ്പോൾ ആ കുഞ്ഞിന് HIV പോലെയുള്ള മാരകമായ രോഗം, ആ കുഞ്ഞിൻ്റെ ഭാവി പോലും ഇരുളടഞ്ഞതായി മാറുവാനുള്ള സാധ്യതയാണ് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വാർത്ത അതീവ ഗൗരവത്തോടെ നൽകിയത്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനനുസരിച്ചുള്ള നടപടിയാണ് ഉണ്ടാവുകയും ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എറണാകുളം മൂവാറ്റുപുഴ കോടതി കടാതിയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ്. കടാതി സ്വദേശി നവീനിനാണ് വെടിയേറ്റത്. നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടാതി സ്വദേശി ജുഗൽ കിഷോറാണ് വെടിവെച്ചത്. ഇന്നലെ രാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ തർക്കം ആണല്ലോ വെടിവെപ്പിലേക്ക് എത്തിയത്. എന്തായിരുന്നു തർക്കത്തിൻ്റെ കാരണം? ഒപ്പം ഈ വെടിയേറ്റ ആളിൻ്റെ ആരോഗ്യനില എപ്രകാരമാണ്? അഭിലാഷ, ഇന്നലെ പുലർച്ചെ, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മൂവാറ്റുപുഴ കടാതി മംഗലത്തുന്ന വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. വെടിയേറ്റ നവീൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് കിഷോർ എന്ന് പറയുന്ന ആൾ. കിഷോറാണ് വെടിയുതിർത്തത്. അയാൾ തൻ്റെ കയ്യിലുള്ള ലൈസൻസുള്ള തോക്ക് കൊണ്ടാണ് വെടിവെച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള വാക്ക് തർക്കമാണ് ഈ രീതിയിലേക്ക് വെടിവെപ്പിലേക്ക് എത്തിയതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കിഷോർ കഴിഞ്ഞ കുറേ നാളുകളായി വിദേശത്തായിരുന്നു, അടുത്തിടെയാണ് വന്നത്. ഈ ഇരുവരും തമ്മിൽ പലപ്പോഴും ഈ വീട്ടിൽ വെച്ച് വാക്കേറ്റം ഉണ്ടാകുന്നത് പതിവാണെന്ന് സമീപത്തുള്ളവർ പറയുന്നുണ്ട്. ഇന്നലെയും ഇതേപോലുള്ള സംഭവങ്ങൾ, ആ വീട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള വഴക്കം ഒച്ചയും എല്ലാം തന്നെ കേട്ടിരുന്നതായി പരിസരവാസികൾ പറയുന്നു. അതിനൊടുവിലാണ് ഈ വെടിവെച്ച ശബ്ദം കേട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് തുടർന്ന് ഇവിടേക്ക് എത്തുകയും വയറിന് ഗുരുതരമായ രീതിയിൽ വെടിയുണ്ട കയറി പരിക്കേറ്റ നവീനെ ഉടൻ തന്നെ എറണാകുളത്തെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗുരുതരാവസ്ഥ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെയും ഈ വഴക്ക് സംബന്ധിയായ എന്ത് കാരണത്തെ ചൊല്ലിയാണ് ഈ ഒരു വഴക്കിലേക്ക് പോയതെന്നൊരു വിശദാംശങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇത് തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇടപാടുകളെ ചൊല്ലിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പലപ്പോഴും തന്നെ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിയായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതായിരുന്നോ ഇന്നലത്തെ വിഷയം എന്നത് സംബന്ധിച്ച് പൂർണ്ണമായൊരു വിവരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം നവീൻ നിന്ന് പൂർണ്ണമായും വിവരങ്ങൾ ശേഖരിക്കാൻ, ആശുപത്രിയിലാണ് പൂർണ്ണമായും വിവരം ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ഈ സംഭവത്തിൽ വലിയ നടുക്കം നാട്ടുകാർക്കുണ്ട്. കാരണം ഈ തോക്കുപയോഗിച്ച് അതിൽ ആ രീതിയിൽ ആക്രമിക്കുക, ഇതെല്ലാം തന്നെയും അത് പരിസരവാസികൾക്ക് തന്നെ വലിയ രീതിയിൽ ഭീതി, ഭയപ്പാടെല്ലാം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു വാക്ക് തർക്കങ്ങൾ ഈ രീതിയിലേക്ക് പോകുന്നു, അങ്ങനെ പെരുമാറുന്ന ഒരാൾക്കാരായിരുന്നു ഇവർ എന്നതല്ല ആ വിവരങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നു. കിഷോറിൻ്റെ ഒരു പശ്ചാത്തലം സംബന്ധിച്ച കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തോക്ക് ലൈസൻസോടുകൂടി വയ്ക്കണമെങ്കിൽ അതിൻ്റേതായ കാരണങ്ങളെല്ലാം തന്നെ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാരണങ്ങൾ എന്താണ്, ഏത് വിധേനയാണ് തോക്ക് കൈവശം സൂക്ഷിക്കുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നു. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ ഒരു സാഹചര്യം, ഇരുവരും തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ ഒരവസ്ഥ, ഇത്തരം കാര്യങ്ങളിലുള്ള പ്രാഥമികമായ ശേഖരങ്ങൾ വിവരിച്ചാണ് പോലീസ് കഴിഞ്ഞിട്ടുണ്ട്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളിൽ പോലീസ് വലിയ രീതിയിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തോക്ക് ഉപയോഗിച്ച് ഒരാളെ, സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ ആക്രമിക്കാൻ വരുന്നെങ്കിൽ അതിൻ്റേതായ കാരണങ്ങൾ എന്തെന്ന് സംബന്ധിച്ച് കുടുംബാംഗങ്ങളെയും അവരിൽ നിന്നുമെല്ലാം തന്നെ വിശദമായ മൊഴിയെടുപ്പ് പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന ആൾ ഗുരുതരാവസ്ഥ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം ആണ് ഇങ്ങനെ ഒരു വെടിവെപ്പിലേക്ക് കലാശിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി ഇപ്പോൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.